SSC RRB എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോയിന്റ്മെന്റ്സ് ആണ്. വളരെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ചധികം അപ്പോയിന്റ്മെന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ അപ്പോയിന്റ്മെന്റ്സും മെമ്മറി ട്രിക്സിന്റെ ഹെൽപ്പോടെ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമിന് വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ മാക്സിമം ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരുടെയും കംപ്ലീറ്റ് കാണാനായിട്ട് പറയുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ രണ്ട് ബാച്ചിന്റെ കാര്യമാണ് എനിക്ക് നിങ്ങളടുത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മുടെ റെഗുലർ പൈനിയേഴ്സ് ബാച്ചിന്റെ കാര്യമാണ് ഒന്നെന്ന് പറയുന്നത്. കാരണം നമ്മുടെ സൈലം SSCയിൽ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്ന നമ്മുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മുടെ പൈനിയർ ബാച്ച് എന്നുള്ളത്. കാരണം കേന്ദ്ര സർക്കാർ ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എല്ലാ എക്സാമുകൾക്കും വേണ്ടി നിങ്ങൾക്ക് ഒറ്റ സൊല്യൂഷനാണ് നമ്മുടെ പൈനിയർ ബാച്ച് എന്ന് പറയുന്നത്. കാരണം SSCയുടെ കീഴിൽ വരുന്ന എല്ലാ എക്സാമുകളും നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകൾക്കും എല്ലാ എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ബാച്ചാണ് നമ്മുടെ പൈനിയർ ബാച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ അഡ്മിഷൻ ഓപ്പൺ ആണ്. നമ്മുടെ അഡ്മിഷൻ ഓപ്പൺ ആണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. റെഡി? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വരുന്ന നമ്മുടെ റെയിൽവേക്ക് SSCക്കുള്ള ബാച്ചാണ് പൈനിയേഴ്സ് ബാച്ചെങ്കിൽ നമ്മുടെ റെയിൽവേയിലുള്ള എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാച്ചാണ് എക്സ്പ്രസ് ബാച്ച്, റെയിൽവേ റെഗുലർ എക്സ്പ്രസ് ബാച്ച് എന്ന് പറയുന്നത്. അതായത് 2025 വരാൻ പോകുന്ന എല്ലാ റെയിൽവേ എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റ സൊല്യൂഷൻ ആണ് നമ്മുടെ ഈ ബാച്ച് എന്ന് പറയുന്നത്. സോ എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് പൈനിയർ ബാച്ച് ആണ് വേണ്ടതെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ റെയിൽവേ ആണ് നിങ്ങളുടെ കരിയർ നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ എക്സാം ഏതാണോ അതിനു വേണ്ടി പ്രോപ്പർ ആയിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടുള്ള കോഴ്സാണ് നിങ്ങൾക്ക് ഈ ബാച്ചുകളിൽ ലഭിക്കുന്നത്. റെഡി ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ മെമ്മറി ട്രിക്സിന്റെ ഹെൽപ്പോടെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോയിന്റ്മെന്റ്സ് ആണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് വി നാരായൺ ടേക്ക് ഓവർ ആസ് ഇസ്രോ ചീഫ്. ISROയുടെ പുതിയ ചീഫാണ് വി നാരായണൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് വി നാരായണൻ ടേക്സ് ഓവർ ആസ് ഇസ്രോ ചീഫ്. അപ്പൊ ഇതിനു മുന്നേ ഇദ്ദേഹത്തിന്റെ റോൾ എന്ന് പറയുന്നത് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ കാലാവധി 2 വർഷത്തേക്കാണ് ഇദ്ദേഹം എന്തായിരിക്കുന്നത്, ഇസ്രോന്റെ ചീഫ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. സോ ഡോക്ടർ വി നാരായണൻ ആണ് ഇപ്പോഴത്തെ ഇസ്രോയുടെ ചീഫ് എന്നുള്ള കാര്യം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ഡോക്ടർ വി നാരായണൻ ടേക്ക് ഓവർ ആസ് ഇസ്രോ ചീഫ് എന്ന് പറയുന്നത് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന് മുന്നേ ഡോക്ടർ S സോമനാഥ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് നമ്മുടെ വി നാരായണൻ എന്തായിരുന്നത്, ഇസ്രോന്റെ ചീഫ് ആവുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പൊ ഇത് ഓർക്കുന്നതിനായിട്ട് ഇസ്രോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ് ഇസ്രോ, അല്ലെ? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ് ഇസ്രോ എന്ന് പറയുന്നത്. സോ ഇസ്രോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യമാണ് സ്പേസ്, അല്ലെ? സ്പേസ്. അപ്പൊ സ്പേസിലുള്ള നാരായണൻ, അല്ലെ? അപ്പൊ നാരായണ എന്ന് നാരദൻ പറയുന്നത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ്, അല്ലെ? നമ്മുടെ പുരാണങ്ങളിലൊക്കെയുള്ള കഥാപാത്രമാണ് ഈ നാരദൻ എന്ന് പറയുന്നത്. സോ ഇദ്ദേഹം എപ്പോഴും പറയുന്നതാണ് എന്താണ്, നാരായണ. അപ്പൊ സ്പേസിലിരുന്ന് നാരായണ എന്ന് പറയുന്ന ആരാണ്? സ്പേസിലിരുന്ന് നാരദൻ എന്താണ് പറയുന്നത്, നാരായണ. അപ്പൊ സ്പേസിലിരുന്ന് നാരായണയാണ് പറയുക. സോ ഇസ്രോന്റെ ചീഫാണ് വി നാരായണൻ എന്ന് ആലോചിക്കുക. റെഡി ആണല്ലോ? ഇനി നെക്സ്റ്റ് വരുന്ന നമ്മുടെ അപ്പോയിന്റ്മെന്റ് ആണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് നമ്മുടെ 51ാമത് ചീഫ് ജസ്റ്റിസ്. 51ാമത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇനി 50ാമത്തത് DY ചന്ദ്രചൂഡ് ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ഡ്യൂറേഷൻ വരുന്നത് 6 മന്തിലേക്കാണ് ഇദ്ദേഹത്തിന്റെ ഡ്യൂറേഷൻ വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് 51ാമത്തെ ചീഫ് ജസ്റ്റിസ്. ഇനി ജസ്റ്റ് എക്സ്ട്രാ ഒരു കാര്യത്തിനായിട്ട് 50ാമത് DY ചന്ദ്രചൂഡ് ആയിരുന്നു. അതായത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് മുന്നേ DY ചന്ദ്രചൂഡ് ആയിരുന്നു. 49ാമത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് UU ലളിത് ആണ് എന്നുള്ള കാര്യം കൂടി ആലോചിക്കുക. ഇവരുടെ കാലാവധി, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ കാലാവധി വരുന്നത് എത്രയാണ്? 65 വയസ്സാണ്. റെഡി ആണല്ലോ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇതിന്റെ കോഡ് പറയാ. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ
ജയിലിലെ ഫുഡ് സൂപ്പർ ആണ് അല്ലെ. ജയിൽ ഖാന ബഹുത്ത് അച്ഛാ ഹെ അല്ലെ. ജയിൽ ഖാന സൂപ്പർ ആണ് എന്ന് നിങ്ങൾ കേട്ടില്ലേ. ജയിലിൽ പണ്ട് ഗോതമ്പുണ്ട ആയിരുന്നു, ഇപ്പൊ എന്താണ്, സൂപ്പർ ഖാനയാണ്. രാവിലെ ചോറ്, ഉച്ചയ്ക്ക് ചിക്കനും അങ്ങനെ എന്തൊക്കെയോ, പിന്നെ രാത്രി ആവുന്ന സമയത്ത് അടിപൊളി ഫുഡ്. കാരണം ഈ ജയിൽ ഫുഡിന്, ജയിലിലൊക്കെ പോയി ഒരാൾ ജയിലിലെ ഫുഡ് വ്ളോഗ് ചെയ്തവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടു നോക്കാട്ടോ, ഭയങ്കര കോമഡിയാണ്. അപ്പൊ ജയിലിലെ ഖാന എന്ന് ഇപ്പൊ ജയിലിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിൽ വരുന്ന കാര്യമാണ് ജയിൽ ഖാന അല്ലെ. അപ്പൊ ജയിലിലേക്ക് ആൾക്കാർ വിടുന്നത് ആരാണ്? നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആണ്. അങ്ങനെ കണക്ട് ചെയ്താൽ ചീഫ് ജസ്റ്റിസും ഖാനയും തമ്മിൽ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. സോ സഞ്ജീവ് ഓക്കെ. അതുകൂടാതെ തന്നെ ഇനി ഈ സഞ്ജീവും സഞ്ജയും തമ്മിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ അവിടെ നമുക്ക് ആലോചിക്കാം, നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആണ്. നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്താൽ നമ്മുടെ ജീവിതം, നമ്മുടെ സഞ്ജീവ് അല്ലേ, നമ്മുടെ ജീവിതം എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്ന ആരാ? സഞ്ജീവ്. നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്ന് തീരുമാനിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണെന്ന് ആലോചിച്ചാൽ ഒന്നും കൂടെ അവിടെ നമുക്ക് സെറ്റായി. സഞ്ജീവ് ഖന്നയാണ് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്ന് പറയുന്നത്. മെയ് 13, 2025 വരെയാണ് ഇദ്ദേഹത്തിന്റെ ടെന്യൂർ വരുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ആണ് സഞ്ജയ് മൽഹോത്ര. ഇപ്പോഴത്തെ ശക്തികാന്ത ദാസിന് ശേഷം നെക്സ്റ്റ് വരുന്ന RBI ഗവർണറാണ്. അതായത് 26ാമത് RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്നത് അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സഞ്ജയ് മൽഹോത്രയാണ് RBIയുടെ ഗവർണർ. സോ ഇത് നമ്മൾ എങ്ങനെയാണ് ആലോചിക്കുക? 26ാമത്തെ ഗവർണറാണ് എന്നും കൂടി ആലോചിക്കുക. ഇതെങ്ങനെയാണ് നമ്മൾ ആലോചിക്കുക? പണ്ട് സ്കൂളിൽ നമ്മൾ വളരെ കുട്ടിയായിരുന്ന കാലത്ത് നമ്മൾ ഒരു പാസ്ബുക്കിൽ പൈസ വെക്കും അല്ലെ. എല്ലാ ദിവസവും, എല്ലാ വീക്കിലി ആയിരുന്നോ മന്ത്ലി ആയിരുന്നോ ഞാൻ ഓർക്കുന്നില്ല, നമ്മൾ ഒരു പൈസ കൊണ്ടുപോവുകയും സ്കൂളിൽ ടീച്ചറെ അടുത്ത് കൊടുത്തിട്ട് നമ്മൾ പറയും ഇത് സഞ്ജയികയിൽ വെക്കാനുള്ള പൈസയാണ് അല്ലെ. സഞ്ജയിക നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മുടെ പണ്ടത്തെ സഞ്ജയികയിൽ പൈസ വെക്കാറുണ്ടോ? അപ്പൊ സഞ്ജയികയിൽ പൈസ വെക്കുന്നത് ആലോചിക്കുക. സഞ്ജയികയിൽ പൈസ വെക്കുന്ന ദിവസമാണെങ്കിൽ നമ്മൾ വിചാരിക്കും അമ്മ വീട്ടിൽ നിന്ന് 10 രൂപയായിരിക്കും തരിക. ഈ 10 രൂപേന്റെ കൂടെ നമ്മൾ വിചാരിക്കും ഒരു 2 രൂപയും കൂടെ തരുമോ, ഒരു 2 രൂപയും കൂടെ തരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ അമ്മയുടെ അടുത്ത് മല്ലടിക്കും അല്ലെ. അമ്മയുടെ അടുത്ത് മല്ലടിക്കും. പക്ഷെ അതെന്തിനാ? എക്സ്ട്രാ 2 രൂപ കൊണ്ട് മിഠായി മേടിക്കാൻ അല്ലെ. അപ്പൊ സഞ്ജയികയിൽ പൈസ വെക്കുന്ന ദിവസമാണ് കംപ്ലീറ്റ് മല്ലാണ് അല്ലെ. വീട്ടില് പ്ലീസ് താ അമ്മേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മല്ലടിക്കും അല്ലെ. അപ്പൊ മൽപിടുത്തമാണ് സഞ്ജയികയിൽ പൈസ വെക്കാനായിട്ട് അല്ലെ. അപ്പൊ സഞ്ജയികയും മൽഹോത്രയും നിങ്ങൾ ആലോചിക്കുക. കാരണം കുറെ സഞ്ജീവ്മാരൊക്കെ കൂടെ ഇതായിരുന്നു അതായിരുന്നു ഇത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജയ് മൽഹോത്ര മാറിപ്പോവരുത്. സഞ്ജയ് ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്, RBI ആണല്ലേ, പൈസയുമായി ബന്ധപ്പെട്ടതാണ്. സോ സഞ്ജയികയെ ആലോചിക്കുക. സഞ്ജയികയിൽ പൈസ വെക്കുന്ന ദിവസം 2 രൂപ കൂട്ടി കിട്ടാൻ നമ്മൾ പണ്ട് മല്ലടിച്ചതും കൂടെ ആലോചിച്ചാൽ സഞ്ജയ് മൽഹോത്രയാണ് RBIന്റെ ഗവർണർ. തെറ്റിപ്പോവല്ലേ. നെക്സ്റ്റ് വരുന്നതാണ് സഞ്ജയ് മൂർത്തി. ഓക്കെ, സഞ്ജയ് മൂർത്തി ആരാണ്? നമ്മുടെ CAG ആണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് CAG എന്ന് പറയുന്നത്. സോ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. CAG ആണ് ആരെന്ന് പറയുന്നത്? സഞ്ജയ് മൂർത്തി എന്ന് പറയുന്നത്. സോ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് അല്ലെ, ഓഡിറ്റർ ജനറൽ ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഓഡിറ്റർ ആണ്. നമ്മളെടുത്ത് ജിമ്മിൽ നിന്ന് ആരെങ്കിലും പറയുകയാണ് നിങ്ങൾ ഇന്ന് ഓടിയത് പോരാ, നല്ലോണം വീണ്ടും ഓടുക പറഞ്ഞിട്ട് ട്രെയിനർ ഇങ്ങനെ നമ്മളെ ഫോഴ്സ്ഫുള്ളി ഓടിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ? നമുക്ക് ദേഷ്യം വരും അല്ലെ. നമ്മൾ ദേഷ്യം വന്നൊരു മൂർത്തിഭാവമാണ് നമ്മൾ കാണിക്കുക. എനിക്ക് പറ്റില്ല, എനിക്കിതൊന്നും പറ്റില്ല എന്നാൽ നമ്മളൊരു മൂർത്തിഭാവമാണ് കാണിക്കുക അല്ലെ. അങ്ങനെ ആലോചിക്കുക. അപ്പൊ ഓഡിറ്ററിനെ നമ്മൾ ഓടിക്കുമ്പോൾ എന്ന് കണക്കാക്കുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നമ്മൾ വല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കുകയാണ്, അതിവിടെ പറ്റില്ല, നിങ്ങൾ മറ്റൊരിടത്ത് പോയി ചോദിക്കൂ, അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പാസ്സാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കംപ്ലീറ്റ് ഓടിക്കുന്ന സമയത്ത് നമുക്ക് എന്താ വരിക? നമുക്ക് മൂർത്തിഭാവമാണ്. നമുക്ക് അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമാണോ വരിക?
ആണോ? അല്ല, നമുക്ക് മൂർത്തിഭാവമാണ് വരിക അല്ലെ. അത് കണക്ട് ചെയ്യുക. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അപ്പൊ നമുക്ക് മൂർത്തിഭാവമാണ് വരിക എന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ ഹാപ്പി ഭാവമാണോ, ജോയ്ഫുൾ ആണോ? അല്ല, മൂർത്തിഭാവമാണ് വരിക. സോ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കെ സഞ്ജയ് മൂർത്തി. റെഡി ആണല്ലോ? ഇത് ഈ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ യൂഷ്വലി ഇപ്പൊ കണ്ടുവരുന്ന ഒരു എന്താ ട്രോളായിരുന്നു. കാരണം സഞ്ജയ്മാരെ കൊണ്ടും മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അത്രയും അപ്പോയിന്റ്മെന്റ്സ് ആണ് അല്ലെ. എല്ലാം വളരെ ഇമ്പോർട്ടൻറ്റും കൂടിയാണ്. സോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നമ്മൾ പറഞ്ഞു ജീവൻ തരുന്നതും പിന്നെ ഖാനയും, സഞ്ജീവ് ഖന്ന. റിസർവ് ബാങ്ക് ഗവർണർ നമ്മൾ സഞ്ജയ്നെ ആലോചിക്കുക, സഞ്ജയ്കയിൽ പൈസ വെക്കാൻ വേണ്ടി എക്സ്ട്രാ 2 രൂപ കിട്ടാനുള്ള മല്ല ആലോചിക്കുക, സഞ്ജയ് മൽഹോത്ര. നെക്സ്റ്റ് കാഗ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, നമ്മൾ അവിടെയും ഇവിടെയും ഓടിക്കുന്ന ആൾക്കാരടുത്ത് നമുക്ക് മൂർത്തി ഭാവമാണ്, സഞ്ജയ് മൂർത്തി. റെഡി ആണല്ലോ? ഓക്കെ, റെഡി. നെക്സ്റ്റ് Manish Singhal appointed as സെക്രട്ടറി ജനറൽ ഓഫ് അസോച്ചം. അസോച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അസോസിയേറ്റഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ ആണ് അസോച്ചം എന്ന് പറയുന്നത്. സോ അസോച്ചത്തിന്റെ സെക്രട്ടറി ജനറൽ ആരാണ്? അസോച്ചത്തിന്റെ സെക്രട്ടറി ജനറൽ ആണ് മനീഷ് സിംഗൽ എന്ന് പറയുന്നത്. സോ അസോച്ചമാണല്ലേ. അപ്പൊ ഇവിടെ നോക്കുക, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. ഇൻഡസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? എന്തായാലും ഇൻഡസ്ട്രിയിൽ ഇത് ഇല്ലാണ്ട് നടക്കില്ല അല്ലെ. എന്താണ്? മണിയാണ്. യെസ്, മണി ആണ് എന്നുള്ള കാര്യം ആലോചിക്കാം. മണി. ഓക്കെ, മണി ഇല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ വല്ല കാര്യവും നടക്കുമോ? നത്തിങ്. ഇൻഡസ്ട്രി സ്റ്റോപ്പ് ആയി പോകും അല്ലെ. അപ്പൊ ഇൻഡസ്ട്രി, അസോസിയേറ്റഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഇൻഡസ്ട്രിയിൽ മണി ഇല്ലെങ്കിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ സ്റ്റോപ്പ് ആയി പോകും. അത് ആലോചിക്കാം. സോ മനീഷ് സിംഗൽ ആണ് സെക്രട്ടറി ജനറൽ ഓഫ് അസോച്ചം എന്ന് പറയുന്നത്. സെറ്റ് ആണ് എന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മുടെ അപ്പോയിന്റ്മെന്റ് ആണ് ഡോക്ടർ അരുണീഷ് ചൗള. ഡോക്ടർ അരുണീഷ് ചൗള എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ പുതിയ സെക്രട്ടറി ആയിട്ട് ചാർജ് എടുത്തിരിക്കുന്ന ആളാണ് ഡോക്ടർ അരുണീഷ് ചൗള. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് നോക്കിയേ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ഫിനാൻസ് മിനിസ്ട്രി ആണ് അല്ലെ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ഫിനാൻസ് മിനിസ്ട്രിയുടെ സെക്രട്ടറി ആണ്. സോ ഫിനാൻസ് മിനിസ്ട്രി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ക്യാഷ് ഇങ്ങനെ എണ്ണുന്നതായിട്ടാണ് ഓർമ്മ വരിക അല്ലെ. അപ്പൊ നമ്മൾ പറയല്ലേ ചക്കച്ചോള പോലെ അല്ലെ, ചക്കച്ചോള പോലെയാണ് നമ്മൾ ക്യാഷ് എണ്ണുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക. അങ്ങനെ ചിക്കി ചിക്കി എണ്ണുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ചക്കച്ചുള പോലെ ക്യാഷ് എണ്ണുന്ന ആളായിരിക്കും നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രിയിലെ സെക്രട്ടറി. ഓക്കെ, അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആലോചിക്കണം. ചിക്കി ചിക്കി ഇങ്ങനെ ചക്കച്ചുള പോലെ എണ്ണി തീർക്കുവാണ് ഫിനാൻസ് മിനിസ്ട്രിയിലെ ക്യാഷ് അല്ലെ. അപ്പൊ അത് ആലോചിക്കാൻ നമുക്ക് വളരെ ഈസി ആയിട്ട്. നെക്സ്റ്റ് വരുന്ന നമ്മുടെ അപ്പോയിന്റ്മെന്റ് ആണ് ബഹദൂർ സിംഗ് സാഗു. AFIയുടെ പ്രസിഡന്റ് ആണ്. അതായത് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ന്യൂ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആളാണ് ബഹദൂർ സിംഗ്. അപ്പൊ അത്ലറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ബഹുദൂരം ഓടുക അല്ലെ, ബഹുദൂരം ഓടുന്ന ആൾക്കാരാണ് അത്ലറ്റ്സ്. അതുകൊണ്ട് തന്നെ ബഹദൂർ സിംഗ് ആണ് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത അപ്പോയിന്റ്മെന്റിലേക്ക് പോവാം. നെക്സ്റ്റ് ഭുവനേഷ് കുമാർ അപ്പോയിന്റഡ് ആസ് UIDAയുടെ CEO. UIDO എന്ന് പറഞ്ഞാൽ എന്താണ്? യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് UIDI എന്ന് പറയുന്നത് അല്ലെ. UIDAI യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് UIDAI എന്ന് പറയുന്നത്. ഇതിന്റെ CEO ആണ് ഭുവനേഷ് കുമാർ, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഭുവനേഷ് അല്ലെ, ഭൂവിലുള്ള ആൾക്കാർ, ഭൂവിലുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ്? യുണീക്ക് ആണ് അല്ലെ. യുണീക്ക് അല്ലേ? എല്ലാവരും യുണീക്ക് അല്ലേ? എന്നെ പോലെയാണോ? നിങ്ങളെ പോലെയാണോ വേറെ ആൾക്കാർ? അല്ല, എല്ലാവരും യുണീക്ക് ആണല്ലേ. എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ യുണീക്ക് ആണ്. സോ ഭൂവിലുള്ള ആൾക്കാരെല്ലാം തന്നെ യുണീക്ക് ആണ്. സോ ഭുവനേഷ് കുമാർ ആണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യന്റെ CEO. റെഡി? നെക്സ്റ്റ് ആണ്
വിജയ കിഷോർ രഹത്കർ നാഷണൽ കമ്മീഷൻ ഫോർ വുമണിന്റെ ചെയർപേഴ്സൺ ആണ് ആരെന്ന് പറയുന്നത്? വിജയ കിഷോർ രഹത്കർ എന്ന് പറയുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. കാരണം വിജയ് സിനിമകളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് അനിയത്തിയോടുള്ള സ്നേഹം, അല്ലെ? നമ്മുടെ ലിയോ സിനിമ സംഭവിക്കുന്നത് തന്നെ അനിയത്തിന്റെ അടുത്തുള്ള സ്നേഹത്തിൽ നിന്നാണ്. അങ്ങനെ ഇപ്പൊ ഗില്ലി സിനിമയായാലും എല്ലാത്തിലും എന്താണ്, ഭയങ്കരമായിട്ടുള്ള അനിയത്തി സ്നേഹമാണ്, അല്ലെ? അപ്പൊ അവിടെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ വിജയ കിഷോർ രഹത്കർ ആണ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ എന്ന് പറയുന്നത്, ചെയർപേഴ്സൺ ഓഫ് NCW. ഈ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ എന്ന് പറയുന്നത് ഒരു ഓട്ടോണോമസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 1992 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഓട്ടോണോമസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ അല്ലെങ്കിൽ NCW എന്ന് പറയുന്നത്. സോ വിജയുടെ അനിയത്തിയോടുള്ള സ്നേഹം, അനിയത്തി വുമൺ അല്ലേ, വുമൺ NCW നാഷണൽ കമ്മീഷൻ ഫോർ വുമണിന്റെ ചെയർപേഴ്സൺ ആണ് വിജയ കിഷോർ രഹത്കർ. വിജയിനെ ആലോചിക്കുക, വിജയ കിഷോർ രഹത്കർ. നെക്സ്റ്റ് ആണ് അശുതോഷ് അഗ്നിഹോത്രി ആണ് നമ്മുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FCI. ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCI എന്ന് പറയുന്നത് ആരാണ്? അശുതോഷ് അഗ്നിഹോത്രി ആണ്. അശുതോഷ് അഗ്നിഹോത്രി. അപ്പൊ നമ്മൾ അത് എങ്ങനെയാ ആലോചിക്കുക? ഫുഡ് ഉണ്ടാവണമെങ്കിൽ എങ്ങനെയാ ഉണ്ടാവും? ഇപ്പൊ പിന്നെ സാലഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ചോറും സാമ്പാറും മീൻ പൊരിച്ചതും ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അഗ്നി വേണം, അല്ലെ? അഗ്നി വേണം. അല്ലെങ്കിൽ അശുതോഷ്, ദോശ ഉണ്ടാവണമെങ്കിലും അഗ്നി വേണം, അല്ലെ? അശുതോഷ് അഗ്നിഹോത്രി. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ CMD, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ആരാണ്? ദോശയും അഗ്നിയുമാണ് എന്ന് ആലോചിക്കുക. അശുതോഷ് അഗ്നിഹോത്രി. റെഡിയാണ് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പോവാം. വിതുൽ കുമാർ അപ്പോയിന്റഡ് ആസ് DG ഓഫ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF. നിങ്ങൾ ആലോചിക്കാം, വലിയൊരു ഗാദറിംഗ് ആണ്. അപ്പൊ വലിയൊരു ഗാദറിങ്ങിന് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആണല്ലേ CRPF. അപ്പൊ ഈ ഒരു വലിയൊരു ഗാദറിങ്ങിന്റെ സെൻട്രൽ നിന്നിട്ട് നിങ്ങൾ ഭയങ്കര വിറ്റ് പറയുകയാണ്, ഭയങ്കര തമാശയാണ് നിങ്ങൾ പറയുന്നത്. തമാശക്ക് വിറ്റ് എന്ന് പറയൂലേ? അപ്പൊ ഭയങ്കര തമാശ പറയാം, വിറ്റ് പറയുവാണെങ്കിൽ നിങ്ങൾ ആരായി? നിങ്ങൾ ഭയങ്കര അടിപൊളിയായി, നിങ്ങൾ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയി, അല്ലെ? അപ്പൊ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ CRPFന്റെ ന്യൂ DG എന്ന് പറയുന്ന ആരാണ്? ഇറ്റ്സ് വിതുൽ കുമാർ. ഓക്കെ, വിറ്റ് പറഞ്ഞാൽ നമ്മൾ എന്താണ്? നമ്മൾ സെന്റർ ഓഫ് അട്രാക്ഷൻ അല്ലേ? ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ സെന്റർ ഓഫ് അട്രാക്ഷൻ ഒന്നും അല്ല, ആരും നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ ഭയങ്കര വിറ്റൊക്കെ പറഞ്ഞ അടിപൊളിയായി തിരിക്കുകയാണെങ്കിൽ എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കും, അല്ലെ? ദാറ്റ് ഇസ് വിതുൽ കുമാർ ആണ് DG ഓഫ് CRPF എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സൽമാൻ ഖാൻ ആണ് ഖോഖോ വേൾഡ് കപ്പ് 2025 ന്യൂഡൽഹി. ഖോഖോ വേൾഡ് കപ്പ്, ഇനാഗ്രൽ എഡിഷൻ ഓഫ് ഖോഖോ വേൾഡ് കപ്പ് നടക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ജനുവരി 13 മുതൽ 19 വരെയാണ് നമ്മുടെ ഖോഖോ വേൾഡ് കപ്പ് നടക്കുന്നത്, അല്ലെ? ഖോഖോ വേൾഡ് കപ്പിന്റെ ഇനാഗ്രൽ എഡിഷൻ നടക്കുന്നത് ന്യൂഡൽഹിയിലാണ് എന്ന് ആലോചിക്കുക. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് സൽമാൻ ഖാൻ. കൂടാതെ തന്നെ ഖോഖോ വേൾഡ് കപ്പിന്റെ മെസ്കോട്ടിന്റെ പേരാണ് തേജസ് ആൻഡ് താര. ഇനി ട്രോഫി ആണെങ്കിൽ മെൻസ് ട്രോഫി എന്താണ്? മെൻസ് ട്രോഫിയുടെ പേരാണ് ബ്ലൂ ട്രോഫി. മെൻസ് ട്രോഫിയുടെ പേരാണ് ബ്ലൂ ട്രോഫി. ഇനി വുമൻസ് ട്രോഫി ആണെങ്കിൽ ദാറ്റ് ഇസ് വുമൻസ് ട്രോഫിയുടെ പേര് എന്താണ്? ദാറ്റ് ഇസ് ഗ്രീൻ ട്രോഫി. ഗ്രീൻ ട്രോഫിയാണ് വുമൻസ് ട്രോഫി എന്ന് പറയുന്നത്. സൽമാൻ ഖാൻ. അപ്പൊ ഖോഖോ ഖാൻ അല്ലെങ്കിൽ ഖോഖോ ഖാൻ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ആലോചിക്കാം? നമ്മുടെ വീട്ടിലെ മരത്തിൽ മുഴുവൻ കൊക്കോ ഫ്രൂട്ട് ആണെങ്കിൽ ആരാണത് പറിച്ചു തരിക? നമുക്ക് ഭയങ്കര ഹൈറ്റിലാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സൽമാൻ ഖാനെയോ അല്ലെങ്കിൽ മാൻ ആണ് എന്ത് പറിച്ചു തരിക, നമുക്ക് പൊട്ടിച്ചു തരിക? കൊക്കോ ഫ്രൂട്ട് ആരാ പൊട്ടിച്ചു തരിക? മാൻ ആണ് എന്ന് ആലോചിക്കാം. സൽമാൻ ഖാൻ ആണ് ഖോഖോ വേൾഡ് കപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ സൽമാൻ ഖാൻ. റെഡി? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വെച്ചതാ, കുഴപ്പമില്ല.
റെഡി. നെക്സ്റ്റ് TV സോമനാഥനാണ് നമ്മുടെ ന്യൂ ക്യാബിനറ്റ് സെക്രട്ടറി ഓഫ് ഇന്ത്യ. TV സോമനാഥനാണ് ന്യൂ ക്യാബിനറ്റ് സെക്രട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ ആലോചിക്കാം? ഇപ്പൊ ക്യാബിനറ്റ് ഭയങ്കര വലുതല്ലേ, അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ്, ഇപ്പൊ ക്യാബിനറ്റിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇങ്ങനെ പോയി നോക്കാൻ പറ്റില്ല അല്ലെ, ക്യാബിനറ്റ് സെക്രട്ടറി അല്ലേ. അപ്പൊ എന്താ ചെയ്യാം? TV-യിൽ നോക്കും, CCTV എല്ലായിടത്തും വെച്ചിട്ട് TV-യിൽ ഇങ്ങനെ നോക്കും, ഓക്കെ പ്രശ്നങ്ങളുണ്ടോ എന്ന് TV-യിൽ നോക്കും. ഓക്കെ, TV സോമനാഥൻ. പക്ഷെ TV-യിൽ നോക്കിയാലും ചില പ്രശ്നങ്ങൾ മിസ്സാവും അല്ലെ. അങ്ങനെ പല പ്രശ്നങ്ങളും മിസ്സായി മൂപ്പര് ഒരു അയ്യോ മിസ്സായല്ലോ അങ്ങനെ വിചാരിക്കും. പക്ഷെ പണ്ടൊക്കെ നമ്മൾ ഇതിന് ശശി എന്നായിരുന്നു പറയാ, ഇപ്പൊ എന്താണ്, ശശി മാറി സോമനായി അല്ലെ. അപ്പൊ TV സോമനാഥനാണ് ക്യാബിനറ്റ് സെക്രട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? അപ്പോൾ കംപ്ലീറ്റ് ആയല്ലോ. അപ്പോൾ ഇത്രയും അപ്പോയിന്റ്മെന്റ്സ് ആണ് വളരെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ്. അപ്പോൾ എല്ലാവർക്കും മെമ്മറി ട്രിക്സിന്റെ ഹെൽപ്പോടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാ അപ്പോയിന്റ്മെന്റ്സും നിങ്ങളുടെ തലയിൽ കയറി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇനി അത് കൂടാതെ തന്നെ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കുമായി നിങ്ങൾക്ക് എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കറണ്ട് അഫെയർസ് വിത്ത് അനു എന്നാണ് ഗ്രൂപ്പിന്റെ പേര്. കറണ്ട് അഫെയർസ് വിത്ത് അനു എന്നാണ് എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പേര്. അപ്പൊ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫെയർ റിലേറ്റഡ് അപ്ഡേറ്റുകളും പോൾസ് ക്യൂസ് എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും ലഭിക്കുന്നതാണ്. കൂടാതെ തന്നെ യൂട്യൂബ് സെഷന്റെ PDF-കൾ, മാരത്തോണിന്റെ PDF-കൾ എല്ലാം ഈ ഗ്രൂപ്പിൽ അവൈലബിൾ ആവുന്നതായിരിക്കും. ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് ഇനി അടുത്ത സെഷനിൽ കാണാം. ഇനിയും ഇതേപോലെയുള്ള എന്ത് സെഷനാണ് വേണ്ടതെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ബൈ, സീ യു.